തോമസ് മാഷയെ കുറിച്ച് വളരെയധികം കേൾക്കുവാനും പറയുവാനുമുള്ള ആൾക്കാരാണ് ഈ വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. വളരെ തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പാർട്ടി ചെയർമാൻ എത്തിച്ചേരേണ്ട ഒരു പരിപാടിയായിരുന്നു. ചെയർമാന് ചില ചർച്ചകളുമായി ബന്ധപ്പെട്ട് വരാൻ അസൌകര്യമുള്ളതുകൊണ്ടാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനായ ജനറൽ സെക്രട്ടറി ശ്രീ സ്റ്റീഫൻ ജോർജ് എക്സ്-MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരെയും പേരിൽ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സ്റ്റീഫൻ ജോർജ് എക്സ്-MLA തോമസ് മാസ്റ്ററുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് വലയത്തിൽ രാഷ്ട്രീയ ബന്ധങ്ങളിൽ ഒക്കെ എന്നും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള CPIM-ന്റെ സംസ്ഥാന നേതാവ്, സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ബേബി ജോൺ മാസ്റ്റർ, CPI-യുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ KK വത്സരാജ്, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബഹുമാനായ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP, അദ്ദേഹം വിദേശ പര്യടനത്തിലായിരുന്നു. അദ്ദേഹം ഈ ചടങ്ങിന് എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ചില അസൗകര്യങ്ങൾ, അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത വിധത്തിലുള്ള അസൗകര്യങ്ങൾ വന്നുപെട്ടതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിച്ചേരാത്തത്. തോമസ് മാസ്റ്ററുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഒക്കെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP എല്ലാ തരത്തിലുമുള്ള അദ്ദേഹത്തിന്റെ തോമസ് മാസ്റ്ററോടുള്ള സ്നേഹവും ആദരവും അറിയിക്കുവാനായി, അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയാത്തതിലുള്ള അസൗകര്യം നമ്മുടെ ഓരോരുത്തരെയും അറിയിക്കുവാനായി അദ്ദേഹം എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ബഹുമാനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് വളരെ താല്പര്യപൂർവ്വം തോമസ് മാസ്റ്ററുടെ മകൻ ശ്രീ പീറ്റർ തോമസ് അദ്ദേഹവുമായി സംസാരിച്ചു. ഞാൻ സംസാരിച്ചു. അദ്ദേഹം തീർച്ചയായും എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഈ കാലവർഷം അതിശക്തമായിട്ടുള്ള മഴ, ജലവിഭവ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായതിനാലും മലയോര മേഖല ഉൾക്കൊള്ളുന്ന ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായതിനാലും പ്രകൃതിക്ഷോഭങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകാനിടയുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇടുക്കിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് എത്തിച്ചേരാൻ കഴിയാത്തത് എന്ന കാര്യം അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ ഉണ്ണികൃഷ്ണൻ ഈശ്വരത്ത്, ഇവിടെ സന്നിഹിതനായിട്ടുള്ള തോമസ് മാസ്റ്ററുടെ ഏറ്റവും അടുത്ത സുഹൃത്തും CPIM-ന്റെ സമുന്നതനായ നേതാവുമായ ശ്രീ ബേബി ജോൺ മാസ്റ്റർ, CPI-യുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി ശ്രീ KK വത്സരാജ്, ഇവിടെ സന്നിഹിതനായിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളെ പൂർത്തിയാവുകയാണ്. ആ സന്ദർഭത്തിൽ കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന്റെ പള്ളിയിലെ പ്രാർത്ഥനയോടനുബന്ധിച്ച് ഇങ്ങനൊരു ചടങ്ങ് അദ്ദേഹത്തെ സ്മരിക്കാൻ സംഘടിപ്പിച്ചത് പ്രത്യേകമായി ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു നേതാവായിരുന്നു ബഹുമാനായ തോമസ് മാസ്റ്റർ. അദ്ദേഹം ജില്ലാ പ്രസിഡന്റായിരുന്ന കാലത്ത് പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മിക്കവാറും ഞാനാണ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ അദ്ദേഹവുമായിട്ടുള്ള ഒരു വലിയ അടുപ്പം വ്യക്തിപരമായി എനിക്കുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, ബഹുമാനായ നമ്മുടെ പാർട്ടിയുടെ നേതാവായിരുന്ന മാനസാറിന് വലിയ ബഹുമാനമുള്ള ആളായിരുന്നു തോമസ് മാസ്റ്റർ. ഒന്നാം മാനസാർ ഈ അധ്യാപകരെയും വക്കീലന്മാരെയും വൈദികരെല്ലാം ഏറെ ബഹുമാനിക്കുന്നൊരു നേതാവാണ്. അത് കൂടാതെ തന്നെ പാർട്ടിയെ സംബന്ധിക്കുന്ന ആനുകാലിക കാര്യങ്ങൾ ആധികാരികമായി സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും കെൽപ്പുള്ള ഒരു നേതാവായിരുന്നു പ്രിയപ്പെട്ട തോമസ് മാസ്റ്റർ. അതുകൊണ്ട് പാർട്ടിയിൽ ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഫോൺ ചെയ്ത നേതാക്കളോടെല്ലാം സംസാരിക്കും. അങ്ങനെ ജോസ് കെ മാണിയെ മറ്റും ഫോണിൽ കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയും, ഇന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് പറയണം എന്ന് പറഞ്ഞേൽപ്പിക്കും. അതെല്ലാം പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഏതായാലും ഞങ്ങൾക്കെല്ലാം അദ്ദേഹത്തോടുള്ള ബഹുമാനം വളരെ വലുതാണ്. ഏത് കാര്യം പാർട്ടി തീരുമാനിച്ചാലും ഏറ്റവും ആദ്യം പൂർത്തിയാക്കുന്ന ജില്ല തൃശൂർ ജില്ലയായിരുന്നു. അദ്ദേഹം പ്രസിഡന്റായ സമയത്ത് ഞാൻ ഈ വരുന്ന വഴി യൂത്ത് ഫണ്ടിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന ജിത്തുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്,
എപ്പോഴും രാത്രി ഒരിക്കലെങ്കിലും ഒന്ന് ഫോൺ ചെയ്തിട്ടില്ലാതെ അദ്ദേഹം കിടക്കുമായിരുന്നില്ല. എല്ലാ പാർട്ടിക്കാരെയും വിളിക്കും. നല്ല സംഘാടകനായിരുന്നു. വല്ലപ്പോഴെങ്കിലും പാർട്ടിയുമായി ബന്ധപ്പെടുന്ന നേതാവായിരുന്നില്ല. നിരന്തരമായി ജില്ലയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ആളായിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ബേബി ജോൺസ് മാസ്റ്റർ, ദയവായി വലിയ അദ്ദേഹത്തിന്റെ ബേബി ജോൺ മാസ്റ്റർ സീനിയറായിരുന്നു. തോമസ് മാസ്റ്ററാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഏതായാലും വീട്ടിൽ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചടങ്ങിൽ കഴിഞ്ഞല്ലാതെ മറ്റൊരു കാര്യത്തിൽ അദ്ദേഹം തീരുമാനിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സുപ്രധാനമായ പാർട്ടി തീരുമാനം കൈക്കൊള്ളാൻ ചെറുപ്പുന്ന ഈ ബേബി ജോൺ മാസ്റ്ററും മറ്റു പല പാർട്ടിയിലെ ആളുകളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഈ പാർട്ടി സമരത്തിന്റെ ഭാഗമായി അതിനുശേഷം 73 കേരള കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്തു. 76 അദ്ദേഹം ഗുരുവായൂർ പാർട്ടിയുടെ നിയമന പ്രസിഡന്റായി. വെസ്റ്റിന്റെയും മറ്റ് നേതാക്കളുടെയും പേരിലുള്ള അദ്ദേഹത്തിനുള്ള ആദരവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു വർഷം മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ശ്രീ തോമസ് മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം 1973 മുതൽ ശ്രീ തോമസ് മാഷുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആ സേവനം ജനങ്ങൾക്ക് നിർബാധമൊരുക്കിയ അദ്ദേഹത്തെ വിട്ടുപോകുക എന്നുള്ളതാണ് ഈ ചെയർമാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു.